ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് എല്ലാം തന്നെ മാറ്റി പുതിയ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ട്രൈ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് അതുപോലെ ഒരുപാട് ഗുണങ്ങളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇത് എന്നല്ല, ഇത് നമ്മുടെ ജെമിനി ആപ്പാണ്. ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനെല്ലാം, അതായത് ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ചാറ്റ് ബോട്ട് എല്ലാമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ എല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിൽ നമുക്ക് യൂസേഴ്സിനെല്ലാം ഗുണം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നെല്ലാം നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഇവിടെ നിന്ന് നമ്മൾ ജെമിനി ആപ്പ് എന്നത് ഇത് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു ഐക്കൺ എല്ലാം വന്ന് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്വിച്ച് എന്ന് കൊടുക്കാം. സ്വിച്ച് ടു ജെമിനി, അതായത് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ നിന്നും നമുക്ക് ഇപ്പോൾ ഈ ഒരു ജെമിനിയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം തന്നെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായി വരും, അതായത് യൂസ് ജെമിനി എന്ന് കൊടുക്കാം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി എൻ്റെ പേരെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ കോൺടാക്ട്സിലെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു മൊബൈലിൽ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അവർക്ക് ഇത് റെക്കഗ്നൈസ് ചെയ്യാനെല്ലാം സാധിക്കും. ഇപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചോദിക്കാനുള്ള ഒരു അവസരമെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു വോയിസ് ഐക്കൺ എല്ലാം ലഭിക്കുന്നുണ്ട്. ഹലോ, വാട്ട് ഈസ് ദി ക്ലൈമറ്റ് നൗ? To get the most accurate and up-to-date weather information for your specific location, I recommend using a weather app or website. These tools. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്തിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെല്ലാമാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലേക്കെല്ലാം മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഇതിലോട് ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ലാംഗ്വേജ് എല്ലാം ചേഞ്ച് ചെയ്ത് ഇത് മലയാളത്തിലെല്ലാം വരണമെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ പ്രൊഫൈൽ ഐക്കൺ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇതിൽ പോയതിനു ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്നതിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് ഫോർ സ്പീക്കിംഗ് ടു ജെമിനി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതായത് ലാംഗ്വേജസ് എന്നത് ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഡിഫോൾട്ടായി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്, അതിനാലാണ് നമ്മൾ ഇംഗ്ലീഷിലെല്ലാം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത്. ഇത് മാറ്റി നമുക്ക് ഒരു ഭാഷ ചേർക്കുക, മറ്റൊരു ഭാഷ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്, അതായത് നമ്മുടെ ഈ ഒരു മലയാളം എല്ലാം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ മലയാളം എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ജെമിനി ആപ്പിൽ മലയാളം എല്ലാം ചോദിച്ചു നോക്കാം. ഏതാണ് പുതിയതായി വന്നിരിക്കുന്ന സിനിമകൾ? പുതിയതായി റിലീസ് ചെയ്ത സിനിമകളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഈ ഓപ്ഷനുകൾ ഉപയോഗിക്കാം. ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ പുതിയ റിലീസുകളുടെ വിവരങ്ങൾ ലഭിക്കും. സിനിമാ വെബ്സൈറ്റുകൾ ഫിൽമി ബീറ്റ്, മൂവി DB തുടങ്ങിയ വെബ്സൈറ്റുകളിൽ മലയാളത്തിലെ പുതിയ റിലീസുകളുടെ ലിസ്റ്റ് കാണാം. സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ സിനിമാ പേജുകളിൽ പുതിയ റിലീസുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഇനി മലയാളത്തിൽ തന്നെ ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ചോദിക്കാനെല്ലാം സാധിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു ജെമിനി ആപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇത് യൂസ് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്